മഴയും അതോടനുബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടുകളുമൊക്കെ രൂക്ഷമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റ് 2 അവധി പ്രഖ്യാപിക്കുകയാണ് ജില്ലാ ഭരണകൂടങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതത് ജില്ലാ ഭരണകൂടങ്ങളാണ് അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായും മഴ ഏറ്റവും കൂടുതലുള്ളതോ പ്രധാനപ്പെട്ട അലർട്ടുകളുള്ളതുമായ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴാ ഈ ഒരു സമയം, അതായത് കൃത്യം 5 മണിയോടുകൂടി ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ആദ്യമായി പ്രഖ്യാപിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവധിയെക്കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധിയുള്ളത്. ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ, അതായത് ഓഗസ്റ്റ് 2 അവധി ഉള്ളത്. മഴ തുടരുന്നതിനാലും ജില്ലയിലെ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് നാളെ, അതായത് ഓഗസ്റ്റ് 2 ജില്ലയിലെ അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല എന്ന വിവരം കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ വെള്ളക്കെട്ടുമൊക്കെ രൂക്ഷമാണ്. മലപ്പുറം ജില്ലയിൽ, അതോടൊപ്പം തന്നെ പാലക്കാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റ് ജില്ലകളിലെ വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധ്യതയിൽ പെടുന്നത് പാലക്കാട്, മലപ്പുറം, അതോടൊപ്പം തന്നെ മറ്റ് വയനാട് ജില്ലയടക്കം കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ അവധിക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അവധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിലാകട്ടെ, പാലക്കാട് ജില്ലയിലാകട്ടെ, കണ്ണൂരാകട്ടെ, വയനാട് നേരത്തെ തന്നെ ഈ പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സാധ്യതാ പട്ടിക നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറത്തിനും പാലക്കാടിനും വയനാടിനും കോഴിക്കോടിനും കണ്ണൂരിനുമൊക്കെ തന്നെ സാധ്യതയുണ്ട്.